ദ ഫോൾ ഫീസ്റ്റ്, പൂർത്തിയാക്കേണ്ടതായിട്ടുള്ള ഉത്സവങ്ങൾ. യഹൂദൻ്റെ 7 ഉത്സവങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 7 ഉത്സവങ്ങളിൽ 4 കഴിഞ്ഞിരിക്കുന്നു. അത് പെസഹായെക്കുറിച്ചും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവത്തെക്കുറിച്ചും ആദിപരത്തെക്കുറിച്ചും പെന്തക്കോസ്തിനെക്കുറിച്ചും പറഞ്ഞു. അതെല്ലാം ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി 3 യഹൂദന്മാർ ആചരിക്കുന്നവയാണ് ട്രംപറ്റ്, അതായത് കാഹളധ്വനിയുടെ ഉത്സവം. 2ാമത്തേത് പ്രായശ്ചിത്തം, അറ്റോൺമെൻറ്റ്, അതിന് യോം കിപ്പൂർ എന്നാണ് പറയുന്നത്. 3ാമത്തേത് കൂടാരപ്പെരുന്നാൾ അല്ലെങ്കിൽ ദ ടാബർനക്കിൾ ഫീസ്റ്റ്. ഈ 3 ഫീസ്റ്റും ഇനി ക്രിസ്തുവിൽ പൂർത്തീകരിക്കേണ്ടതാണ്. ഇവയെല്ലാം ക്രിസ്തുവിലാണ് നിൽക്കുന്നത്. ഇവ മനസ്സിലാക്കുമ്പോൾ ഒരു ക്രിസ്തു നടുക്ക് സെൻറ്ററും ക്രിസ്തുവിനെ ചുറ്റി വട്ടത്തിലാണ് ഈ ഓരോ ഉത്സവങ്ങൾ വരുന്നതെന്ന് അറിയുമ്പോൾ, നമ്മളിതൊക്കെ കാണുമ്പോൾ പിതാവാൻ ദൈവം എന്ത് ഭംഗിയായിട്ട് പുത്രന് വേണ്ടി ഭൂമി മുഴുവനും ഓർക്കസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നു കാണുന്നുണ്ട്. ഇപ്പോൾ ഒരപ്പൻ തൻ്റെ മകന് വേണ്ടി വേണ്ടതെല്ലാം ഒരുക്കിക്കൂട്ടി ചെയ്യുന്നു. ഒരമ്മ തൻ്റെ മകന് വേണ്ടി എല്ലാം ഒരുക്കിക്കൂട്ടി ചെയ്യുന്ന പോലെ കഴിവുള്ളവരുണ്ടല്ലോ, അങ്ങനെയുള്ളവരുണ്ട്. എല്ലാവർക്കും ആ കഴിവിന് ചിലർ അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ ഈ പിതാവാം ദൈവം തൻ്റെ പുത്രന് വേണ്ടി ചെയ്ത ഇനി 3 ഫെസ്റ്റിവലിനെ കുറിച്ചാണ് ഇന്ന്. അപ്പോൾ ആദ്യത്തെ 4 സ്പ്രിംഗ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നെങ്കിൽ ഇനിയുള്ളതിന് ഫോൾ ഫെസ്റ്റിവൽ എന്നാണ് വിളിക്കുന്നത്. അത് ഇനിയും വരേണ്ടത് പൂർത്തീകരിക്കേണ്ട ദ ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ്സ്, അല്ലെങ്കിൽ ഈ ട്രംപറ്റ് വിളിക്കുക എന്ന് പറയും. ഈ ട്രംപറ്റ് എന്ന് വെച്ചാൽ കാഹളം ഊതുകയാണ്. കാഹളം എന്തുവാണ്? ആ പുസ്തകത്തിൽ വായിക്കാം, നിങ്ങൾക്ക് ലേവ്യ പുസ്തകത്തിനകത്ത് 23-24 ആകുമ്പോഴത്തേക്ക് അത് എഴുതിയിട്ടുണ്ട്. അതായത് ആടിൻ്റെ നീളമുള്ള കൊമ്പെടുത്തിട്ട് അത് വെച്ച് ഇവർ കാഹളം ഊതും. ഇവർ കാഹളം ഊതുന്നത് പല കാര്യങ്ങൾക്കാണ്. യഹൂദൻ്റെ ഇടയ്ക്ക് ഇപ്പോഴും ഒരു കാഹളവും നമ്മൾ TV കാണാറുണ്ട്. അപ്പോൾ ഇതിന് റോസ് ഹസാന എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ ഓഫ് ദ 7th month, 7ാം മാസമായി. അപ്പോൾ കലണ്ടറിൽ 7ാം മാസമായപ്പം അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്നാൽ ബ്ലോ ദ ട്രംപറ്റ്. എന്തിനാ ബ്ലോ എന്ന് ചോദിച്ചാൽ ഇത് കമാൻഡാണ്. ദൈവം പറഞ്ഞിരിക്കുന്നു ബ്ലോ ദ ട്രംപറ്റ്. എന്തിനാണെന്നുള്ളത് പലപ്പോഴും വ്യത്യാസപ്പെടും. എന്തിനാണെന്നുള്ളത് വ്യക്തമായിട്ട് ഇവർക്ക് അറിയാൻ വയ്യ. പക്ഷേ എന്തിനാണെന്ന് പറയുന്നതിന് മുമ്പ് കർത്താവ് ഇറ്റ്സ് എ കമാൻഡ്, യു ഷുഡ് ബ്ലോ ദ ട്രംപറ്റ്. ഇറ്റ് ക്യാൻ ബി ഫോർ എ വാർണിംഗ്, ഇറ്റ് ക്യാൻ ബി ഫോർ എ പ്രിപ്പറേഷൻ ഓർ സംതിങ് ഗ്രേറ്റ് ഇമ്പോർട്ടൻറ്റ് ഓർ കോൾ ഫോർ അറ്റൻഷൻ ഓർ ഫോർ എ വാർ. യുദ്ധത്തിനാകാം, എന്തിനെങ്കിലും ആകാം. എന്ത് ആവശ്യമുണ്ടെങ്കിലും ട്രംപറ്റ് വിളിക്കണം. അപ്പം നമ്മൾ ഈ റോഷ് ഹസാന എടുക്കുന്നത് ഇനി വരാൻ പോകുന്ന ഉത്സവത്തിൻ്റെ മുന്നോടിയായിട്ടാണ്. അതായത് ഫീസ്റ്റ് ഓഫ് ദ ടാബർനക്കിൾ, അതായത് ദൈവത്തിൻ്റെ മുമ്പിൽ പ്രായശ്ചിത്തമായിട്ട്, അല്ലെ യോം കിപ്പൂർ എന്നതിന് പറയുന്നത്, അതിൻ്റെ കുഞ്ഞാടിനെ കൊടുക്കുന്നതിന് മുൻപേ ഉള്ള ട്രംപറ്റ് കോളായിട്ടാണ് ഇന്ന്. നമ്മൾ ഇനിയും വരാൻ പോകുന്നത് കർത്താവിൻ്റെ 2ാം വരവിന് വേണ്ടിയുള്ള മുമ്പിലുള്ള ട്രംപറ്റ് കോളായിട്ട് ഇനിയും നമ്മൾ കാണണം. ദൈവം വാൺ ചെയ്യുകയാണ്. ഹീസ് മേക്കിംഗ് ദ സൗണ്ട്. പല കാര്യങ്ങൾ ഭൂമിയിൽ നടക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ദൈവമക്കൾക്ക് ട്രംപറ്റ് കോളായിട്ട് അത് മാറുകയാണ്. ഹീസ് കോളിങ് ആൻഡ് ടെല്ലിങ് us പേ അറ്റൻഷൻ, ഗീവ് ടോട്ടൽ അറ്റൻഷൻ ടു മൈ ഡിറക്ഷൻ. അതാണ് ദൈവത്തിന് നിർബന്ധമാണ്. ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഉറക്കൊന്നും ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഡേ ഓഫ് അറ്റോൺമെൻറ്റ് വരാൻ പോകുന്നത് ഈ ട്രംപറ്റ് കോൾ വിളിച്ചു കഴിഞ്ഞതിൻ്റെ 10 ദിവസം കഴിയുമ്പോൾ ഡേ ഓഫ് അറ്റോൺമെൻറ്റ് എങ്കിൽ പ്രായശ്ചിത്തം വരികയാണ്. ഈ പ്രായശ്ചിത്തത്തിൻ്റെ ഉത്സവം വരുന്നതിന് മുൻപേ ഇവർ ട്രംപറ്റ് കോൾ വിളിക്കും. എല്ലാവരും ഈ 10 ദിവസം കൊണ്ട് റെഡിയാകുകയാണ്. അതായത് ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ ഈ ദ ട്രംപറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഓൺലി ഫോർ 1 ഇവൻറ്റ്. പുതിയ നിയമത്തിൽ ഒറ്റ കാര്യത്തിന് വേണ്ടി മാത്രമേ ട്രംപറ്റ് വിളിക്കുന്നു. അത് നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 15:52. ഇതൊക്കെ ദൈവം വ്യക്തമായിട്ട് എഴുതിയിട്ടാണ് നടക്കുന്നതെന്ന് അറിയുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒരു ബഹുമാനം തോന്നിക്കും. കാരണം ഇത്രമാത്രം കരുതുന്ന ഒരു ദൈവം എൻ്റെ കാര്യം കരുതാതിരിക്കുമോ? നമ്മളൊന്നും ചുമ്മാതൊന്നും ഉണ്ടായവരല്ലെന്ന്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ നിൽക്കും. 1 കൊരിന്ത്യർ 15:52 ഇങ്ങനെ വായിക്കുന്നു, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ. ഇനിയും വരാൻ പോകുന്ന ട്രംപറ്റ് ലാസ്റ്റിലെ ട്രംപറ്റാണ്. അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. അതാണ് അടുത്തത് വരുന്നത്. ലാസ്റ്റിലെ അതാണ് രൂപാന്തരപ്പെട്ടിട്ട് ദൈവത്തോടുള്ള വാസമാണ് അവസാനത്തെ ടാബർനക്കിൾ. അപ്പോൾ ഇതിനു മുമ്പ് കാഹളം ഊതുകയാണ്.
കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, നാം രൂപാന്തരപ്പെടും. ആദ്യമേ മരിച്ചവർ ഉയർക്കും. നമ്മൾ ജീവിച്ചിരിക്കുന്നവർ ഈ ട്രംപറ്റ് കോളുള്ളപ്പോൾ ദൈവത്തെ അറിയുന്നവരാണെങ്കിൽ നിമിഷം കൊണ്ട് കണ്ണി വെക്കുന്ന സമയത്ത് നമ്മൾ ഉൾപ്രാപനം അല്ലെങ്കിൽ നമ്മൾ രൂപാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലും. അതൊരു മനോഹരമായ, ഇത് മധ്യാകാശത്തിലാണ് നടക്കേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞ ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. അതോടെ മരണം നീങ്ങിപ്പോവുകയാണ്. അപ്പോൾ ട്രംപറ്റ് കോള് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ട്രംപറ്റ് കോൾ, അതായത് ഇതിന് ഈ ട്രംപറ്റ് കോൾ വരാൻ പോകുന്നു ഇനിയും ദൈവത്തിൻ്റെ വരവിനെക്കുറിച്ച്. എന്നാൽ ഇപ്പം കഴിഞ്ഞത് പെന്തക്കോസ്ത. ഈ പെന്തക്കോസ്തിനും ട്രംപറ്റ് കോളിനും ഇടയ്ക്ക് ഒരു വലിയ സമയമുണ്ട്. ആ ഗ്യാപ്പ് അത് ചർച്ചിൻ്റെ സമയമാണ്. ഈ സമയത്താണ് ചർച്ച് നിലനിൽക്കുന്നത്. ഈ സമയത്ത് എത്ര പേര് ചർച്ചിൽ കൂട്ടാമോ കേട്ടിക്കോണം. നമ്മൾ ഈ വേലി കെട്ടി എനിക്ക് ഇന്ന ആൾ മാത്രമേ ആകാവെന്നൊക്കെ പറയുന്ന എല്ലാം തെറ്റാണ്. അത് ദൈവത്തിനെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. ദൈവം അത് തുറന്ന് തന്നിരിക്കുക. കാഹളധ്വനി ഊതാൻ ദൈവം ഏർപ്പെടുത്തിയിരിക്കുന്ന ദിവസം നമുക്ക് ആ ദിവസം അറിയത്തില്ല. പക്ഷേ ഈ ചർച്ച് ഏജ് എന്ന് പറയും, ഈ പീരിയഡിൽ എത്ര പേര് രക്ഷിക്കപ്പെടുന്നു അത്രമാത്രമാണ് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഒക്കുന്നത്. അനേക മക്കൾ ഇരുട്ടിൽ കിടക്കുന്നവർ, വെളിച്ചം അറിയാത്തവർ, നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്ന താലന്ത് ഉപയോഗിച്ച് ദൈവത്തിലേക്ക് ആകർഷിപ്പിക്കാൻ പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, കാഹളം ഊതുക. ദൈവം അത് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ചർച്ചിൻ്റെ സമയമാണ്. നമുക്കൊരു സമയം തന്നിരിക്കുകയാണ്. നമ്മളത് ശരിയായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ വളരെ സങ്കടമാണ്. അപ്പോൾ ദ ഫീസ്റ്റ് ഓഫ് ദി ട്രംപറ്റിൻ്റെ റോഷ് ഹസാന എന്ന് പറയുന്നത് യഹൂദൻ്റെ വലിയ പ്രധാനപ്പെട്ട ഒരു അവരിപ്പോഴും ചെയ്യുന്നുണ്ട് 7-ാം മാസം. പക്ഷേ അവർ യേശുവിനെ കണ്ടില്ലല്ലോ. പിന്നെ കർത്താവ് പറയുന്നുണ്ടല്ലോ, അവരുടെ കണ്ണ് ഞാൻ അടച്ചിരിക്കുകയാണ്, ഒരു സമയത്ത് ദൈവം തുറപ്പിച്ചോളൂ. അത് നമുക്കറിഞ്ഞിട്ട് കാര്യമില്ല. അത് ദൈവം ചെയ്തോളും തക്ക സമയം. ദൈവം പറഞ്ഞു അത് ചെയ്യും. 1 തെസ്സലോനിക്കൻസ് 4:16 അങ്ങനെ തന്നെ പറയുന്നുണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച്. കർത്താവ് കാഹളം ഊതുമ്പോൾ നമ്മളെല്ലാവരും ഉൾപ്രാപനം ചെയ്യും. മത്തായിയുടെ സുവിശേഷം 24:30 പറയുന്നത് ദ 5th feast ഈസ് ദി അനൗൺസ്മെൻറ്റ് ഫോർ ദി സെക്കൻഡ് കമ്മിങ്. മത്തായിയുടെ സുവിശേഷം 24:31 പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അത് വായിക്കുകയാണ്. വളരെ നിർബന്ധമായിട്ടും സത്യമായിട്ടും പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നിന്ന് ചെവിയുള്ളവർ കേൾക്കട്ടെ. ആഗ്രഹമുള്ളവർക്ക് ഇതെല്ലാം വ്യക്തമായിട്ടും വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ ജോലി നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ളത് പറഞ്ഞു തരിക എന്നുള്ളതാണ്. ഇതെനിക്കും പ്രയോജനമാണ്, നിങ്ങൾക്കും പ്രയോജനം. 24:31 ഇങ്ങനെയാണ് വായിക്കുന്നത്. 31 അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടെ അയക്കും. അവർ അവൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ ആറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. അതിന് മുമ്പിലത്തെ വാക്യം വളരെ അപ്പോൾ മനുഷ്യപുത്രത്തിൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും എന്നാണ്. നമ്മളെ ആരും ഇട്ടേച്ചൊന്നും പോകില്ല. സമുദ്രത്തിന് അടിയിൽ കിടക്കുന്നവരെ പൊക്കിക്കൊണ്ടുപോകും. പിന്നാണ് നമ്മുടെ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും കൊണ്ടുപോകാതിരിക്കുക. എല്ലാത്തിനും കൊണ്ടുപോകുമെന്ന് നിങ്ങളാരും പേടിക്കേണ്ടെന്ന്. ഒത്തിരി പേര് അവരുടെ മക്കളെക്കുറിച്ച് വ്യാധി പറയുന്നവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട. അവസാനത്തെ ഡേ ഓഫ് അറ്റോൺമെൻറ്റ്, യോം കിപ്പൂർ, ദ മോസ്റ്റ് സോളം ഡേ, ഇറ്റ് ഈസ് ബ്ലോയിങ് ദ ട്രംപറ്റ്. ഷോഫാർ വിളിച്ചു കഴിഞ്ഞു ഒരു ദിവസം എല്ലാവരും. അപ്പോൾ ഈ ദിവസം ഈ ഡേ ഓഫ് അറ്റോൺമെൻറ്റിൽ ദ ഹൈ പ്രീസ്റ്റ് എൻറ്റേഴ്സ് ദ ഇന്നർ സാങ്ച്വറി. അതായത് ദൈവത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പൗരോഹിതൻ കയറുകയാണ്. പഴയ നിയമത്തിൽ ഇപ്പോഴും ഒരു വർഷത്തിലൊരിക്കൽ ചെയ്യും. വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതനെക്കുറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിൽ 2 ആടിനെടുത്ത് ഒരാടിൻ്റെ മേൽ പാപങ്ങൾ അവരുടേതെല്ലാം അതിൻ്റെ മേൽ ചുമത്തി മരുഭൂമിയിലേക്ക് തടഞ്ഞു വിടും. യേശുക്രിസ്തു പട്ടണത്തിന് പുറത്താണ് ക്രൂശിലേറിയത്. മറ്റേതിൻ്റെ മേൽ കൈവച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് അതിനെ അറുത്തിട്ട് അതിൻ്റെ രക്തവും പിടിച്ചിട്ടാണ് മഹാപുരോഹിതനകത്തോട്ട് കയറുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ഈ അറ്റോൺമെൻ്റ് എന്ന് പറയുന്നത് പാപപരിഹാരമായിട്ട് കുഞ്ഞാടിൻ്റെ രക്തം പഴയ നിയമത്തിൽ ചെയ്യുന്നത് യഹൂദൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിൻ്റെ രക്തം
ദൈവത്തിൻ്റെ പുരോഹിതൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നപ്പോൾ ആ വിശുദ്ധ സ്ഥലത്തേക്ക് കർത്താവിൻ്റെ രക്തം വീണ് കഴിഞ്ഞിരിക്കുകയാണ്. തിരശ്ശീല രണ്ടായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഡേ ഓഫ് അറ്റോൺമെൻ്റ് എന്ന് പറയുന്നത് ക്രിസ്തു ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് വിശ്വാസിയെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് മേഴ്സി സീറ്റ് എന്ന് പറയുന്നത് കൃപാസനത്തിലേക്ക് ഓടി വരികയാണ്. എന്തൊരു ഉന്നത പദവിയല്ലേ. അപ്പം വി ഹാവ് സച്ച് എ ഹൈ പ്രീസ്റ്റ്. എബ്രായ ലേഖനം 8:1-13 വരെ വായിക്കുക. ദ ഹൈ പ്രീസ്റ്റ് എൻഡേഡ് വൺസ് എ ഇയർ. എന്നിട്ട് ഇപ്പോൾ യേശു ക്രിസ്തു എൻ്റെ ഹൈ പ്രീസ്റ്റായിട്ട് മാറിയിട്ട് ക്രിസ്തു തന്നെ അവൻ്റെ രക്തവും പിടിച്ചുകൊണ്ട് പിതാവിൻ്റെ മുമ്പിൽ സിംഹാസനത്തിൽ മുമ്പിൽ കൊണ്ട് വെച്ചിട്ട് പിതാവിനോട് പറയുകയാണ്, ഞാൻ എൻ്റെ രക്തം കൊടുത്തു, ഞാൻ നിൻ്റെ മക്കളെ തിരിച്ചു വാങ്ങിച്ചു കൊണ്ടു തന്നിരിക്കുന്നു. ആർ യു ഇൻ ദാറ്റ് ഗ്രൂപ്പ്? ആ ഗ്രൂപ്പിലുണ്ടോ? ദൈവമക്കളുടെ ഗ്രൂപ്പിലല്ലേ? അല്ലെങ്കിൽ രാവും പകലും വേറെ എല്ലാം മാറ്റിവെച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളും ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരാൻ നീ മാർക്കിട്ടിരിക്കുന്നതാണ്. അത് മാർക്ക് എവിടെ പോകാൻ? അവരെ കത്തിച്ച തീയെ കെടുത്താൻ ഏത് ദുഷ്ടം വിചാരിച്ചാലും സാധിക്കത്തില്ല. ശത്രുവിന് ഇൻ ഇറ്റേണിറ്റി നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തമായ സത്യവചനം അവരെ കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരുന്നു. അതല്ലേ സുവിശേഷം? നഷ്ടപ്പെട്ട എല്ലാവരും തിരിച്ച് അതല്ലേ ആടായിട്ട് ഇടയനായിട്ടും ആടായിട്ടും കാണിക്കുന്നത്. ആടുകൾക്ക് സ്വയം ബോധമൊന്നും ഇല്ലെന്നേ. ഇത്ര ബോധമില്ലാത്ത മൃഗങ്ങൾ വേറെയില്ല. ഇങ്ങോട്ട് പോകാനോ ഇങ്ങോട്ട് അങ്ങോട്ട് അവനെ തന്നെ ഒന്ന് ചിന്തിക്കുക. അങ്ങനത്തെ ആടുകളാണ്. അതല്ലേ മനുഷ്യൻ്റെ സ്ഥിതി. എന്നിട്ട് മനുഷ്യനെ ഏതാണ്ട് അറിയാമെന്ന് പറയും. ഒരല്പം ആയുസുള്ളതിൽ നമ്മുടെ സ്വയത്തിൽ എന്തെല്ലാം കാണിച്ചു കിട്ടും. അതോ ചെതല് തിന്നിപ്പോകുന്ന പോലെ മാറിപ്പോകുന്ന കാര്യങ്ങളിലാണ് പലപ്പോഴും നമ്മുടെ പ്രാധാന്യം. നമ്മൾ സങ്കടത്തോടെ ദൈവം വിളിച്ചു പറയാണ്, തിരിച്ചു കടന്ന് ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കാൻ നോക്ക്. പരിശുദ്ധനായ ദൈവം എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഈ ട്രംപറ്റ് കോൾ തുടങ്ങിയിട്ട് എത്ര കാലമായി. ആത്മാവിൻ്റെ ഉണർവുണ്ടാകട്ടെ. ഇനി ഒരു ഉത്സവം കൂടെ ഉള്ളൂ, അത് അടുത്ത ദിവസം പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അതിപരിശുദ്ധനായ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നിരിക്കുകയാണ്. കർത്താവ് ട്രംപറ്റ് കോൾ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ഒരു വിളിയുണ്ട്, അന്ത്യകാഹളം. അപ്പോഴത്തേക്ക് ഇപ്പം റെഡി ആയിട്ടില്ല എങ്കിൽ എപ്പോൾ റെഡിയാകാനും? മാറി നിൽക്കുന്ന എല്ലാവരും, മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ, ആരൊക്കെ മാറി നിൽക്കുന്നവരുടെ മേലെല്ലാം രക്തത്തിൻ്റെ ചിഹ്നം ഇടുകയാണ്. വീടിന് രക്തത്തിൻ്റെ ചിഹ്നം, നമുക്കുള്ളതിന്മേൽ ചിഹ്നം, വസ്തുക്കൾ, വാഹനം, മൃഗങ്ങൾ, ചെടികൾ എല്ലാം രക്തത്തിൻ്റെ ചിഹ്നത്താൽ പൊതിയപ്പെട്ട് കഴിഞ്ഞിരിക്കും. ഒരു ദുഷ്ടനകത്ത് കയറി അവൻ്റെ തോന്നിവാസം കാണിക്കാൻ അനുവദിക്കത്തില്ല. ഇത് മുദ്രയിട്ട സ്ഥലങ്ങളാണ്, മുദ്രയിട്ട മക്കളാണ്, മുദ്രയിട്ടവരാണ് നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ മാതാപിതാക്കൾ, സഹോദരൻ. അവരിൽ എന്നാ ബലഹീനതയുണ്ടെങ്കിലും ഞങ്ങൾ മറക്കുന്നു. അവരുടെ ബലഹീനതയെ കഴുകിക്കളയുന്നു കർത്താവിൻ്റെ രക്തത്താൽ വീണ്. വിശുദ്ധ സ്നേഹം ഇവിടുന്ന് അങ്ങോട്ട് ഒഴുകട്ടെ. ക്രിസ്തുവിൻ്റെ നെഞ്ചിൽ നിന്ന് വീണ രക്തവും വെള്ളവും അവരുടെ മേൽ ചെന്ന് വീഴട്ടെ. പ്രതികാരത്തിൻ്റെയും സ്വാർത്ഥതയുടെയും ചിന്ത ഇട്ടിരിക്കുന്ന പിശാചിൻ്റെ ആ ഹൃദയത്തിലുള്ള ഗർവം, ഞാനെന്ന ചിന്തയിൽ എല്ലാം കയറി നിൽക്കുന്നതിനെ എല്ലാം എടുത്തു പോയി ഇടിമിന്നലയച്ച് വെട്ടിമാറ്റി. എൻ്റെ വലത് കയ്യിൽ കർത്താവ് ഇടിമിന്നലുണ്ടെന്ന്. അത് പ്രതിയോഗിയുടെ നേരം, മനുഷ്യരല്ല പിശാച് ദുഷ്ടൻ്റെ മേലെ അയച്ച് ഇല്ലാതാക്കി ദൈവമക്കൾ മുൻപോട്ട് കയറിപ്പോട്ടെ. ഒരാൾ പോലും നശിച്ചു പോകരുത്. കർത്താവേ, നീ ആത്മാവിൽ മോശയെ കൊണ്ട് പറയിപ്പിച്ചതുപോലെ ഒരു കുളമ്പ് പോലും ഇട്ടേച്ച് ഞങ്ങൾ പോകത്തില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ തലമുറകളിലുള്ള ഒരുത്തർ പോലും ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കുറവുകൊണ്ട് കയറാതിരിക്കല്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിൻ്റെ മുമ്പിലും. പേരെഴുതിയിട്ടുള്ള എല്ലാ ലിസ്റ്റിൻ്റെ മേലും ആരുടെയൊക്കെ പേര് നീ കണ്ടിട്ടുണ്ടോ അവരുടെ മേലെല്ലാം നെറ്റിമേൽ രക്തത്തിന് മുദ്രയിടും. മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, സഹോദരി, സഹോദരന്മാർ, വേണ്ടപ്പെട്ടവർ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരെ എല്ലാവരുടെ മേലും മുദ്രയിട്ടിരിക്കുക. കടന്നു വരട്ടെ എല്ലാവരും. ദൈവത്തിൻ്റെ നാമം പരിശുദ്ധമാകട്ടെ. പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.